ഹലോ ഫ്രണ്ട്സ്, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കയറാം. നമ്മുടെ അടുത്ത എപ്പിസോഡ് അത് ഒരു ടേം ഇൻട്രൊഡക്ഷനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ടേം ക്വാറന്റൈൻ. ടേം ഈസ് ക്വാറന്റൈൻ. നമുക്ക് കെട്ടിപ്പടിച്ചൊരു ടേമാണ്. പക്ഷേ എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം, എന്തിന് ഇംപ്ലിമെൻ്റ് ചെയ്യണം, എന്താണ് അതിൻ്റെ മെച്ചം, ഇവ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ക്വാറന്റൈൻ എന്ന് പറഞ്ഞ വേർഡ് അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ക്വാറന്റീന. ഒരു വെനീഷ്യൻ വേർഡാണ്, അല്ലെങ്കിൽ വെനീഷ്യൻ ലാംഗ്വേജ് ആണ് വെനീസ്. അതിനൊരു അർത്ഥം 40 days, 40 ദിവസം എന്നാണ്. അത് ആ ഒരു ടേം ഡിറൈവ് ചെയ്യാനുള്ള ഒരു കാരണം റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് ഓൺ പീപ്പിൾ ആൻഡ് ഷിപ്സ്. അതായത് പണ്ട് കാലത്ത് ഈ ഏരിയയിൽ പ്ലാഗ് വളരെ കോമൺ ആയിരുന്നു. ലോകം മുഴുവൻ ഉണ്ടായിരുന്നു പ്ലാഗ്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി അന്നൊക്കെ ഷിപ്സാണ് കൂടുതലും, കപ്പലുകളാണ്. കപ്പലുകളെയും അതുപോലെ തന്നെ ജനങ്ങളെയും അവരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക. പർപ്പസ് പ്ലാഗിൻ്റെ സ്പ്രെഡിങ് കൺട്രോൾ ചെയ്യുക, ഐസൊലേഷൻ. അപ്പം അങ്ങനൊരു മീനിങ് ഉണ്ട്. ഈ വാക്ക് ക്വാറന്റൈൻ വരാനായിട്ട് 40 days എന്ന് പറഞ്ഞാൽ അതിൽ ലിങ്ക് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ബിലീഫ് അത് ജീസസ് ക്രൈസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ജീസസ് ക്രൈസ്റ്റ് 40 ദിവസം ഫാസ്റ്റ് ചെയ്തു. രാത്രിയും പകലും ഭക്ഷണമില്ല, ഓൺലി പ്രേയേഴ്സ്, പ്രാർത്ഥന മാത്രം. അപ്പം അങ്ങനൊരു ബിലീഫും ഉണ്ട്. 40 ദിവസത്തിൻ്റെ ഒരു കണക്കുണ്ട്. എന്താണ് ഈ ക്വാറന്റൈൻ്റെ ഡെഫിനേഷൻ? ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് ഓൺ പ്ലാന്റ്സ് ഓർ പ്ലാന്റ് പ്രൊഡക്ട്സ്, അനിമൽസ് ഓർ അനിമൽ പ്രൊഡക്ട്സ് ഓർ ഹ്യൂമൻസ് ഇൻ കണക്ഷൻ വിത്ത് പ്രിവെൻറ്റിംഗ് സ്പ്രെഡ് ഓഫ് ഡിസീസ്. എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിനെ ഒരു കൺട്രോൾ ചെയ്യുക. അത് പ്ലാന്റ്സ് ആവാം, പ്ലാന്റ് പാർട്സ് ആവാം, അനിമൽസ് ആവാം, അനിമലിൻ്റെ പാർട്സ് ആവാം, അല്ലെങ്കിൽ മനുഷ്യന്മാരാവാം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യുക, പ്രത്യേകിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. ഈ ഒരു റെഗുലേഷനാണ് ക്വാറന്റൈൻ. ഇത് ഡിസീസ് സ്പ്രെഡിങ്ങിൻ്റെ കൺട്രോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ഈ ക്വാറന്റൈൻ കോവിഡിൻ്റെ കേസിലും കണ്ടു, നിപ്പയുടെ കേസിലും കണ്ടു. അതൊരു വലിയൊരു ടൂളാണ് ടു കൺട്രോൾ ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. പ്ലാന്റ്സിനെ സംബന്ധിച്ച് ഫസ്റ്റ് ക്വാറന്റൈൻ ആക്ട് ഇൻ ഇന്ത്യ, ആ ആക്ടിൻ്റെ പേരാണ് DIP ആക്ട്. എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് പെസ്റ്റ് ആക്ട്. ഇത് 1914 വരുന്നത്. ഡിസ്ട്രക്റ്റീവ് ഇൻസെക്ട് പെസ്റ്റ് ആക്ട്. ഇനി പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വാറന്റൈൻ ഇല്ലെങ്കിൽ സംഭവിച്ച ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് പറയാം. ഇത് നമുക്ക് കേരളത്തിലേക്കുള്ളൊരു ഡിസീസാണ് വാഴയുടെ മണ്ടചീയൽ രോഗം. ടെക്നിക്കലി പഞ്ച് ടോപ്പ് ഡിസീസ് ഓഫ് പ്ലാന്റെയിൻ. അതൊരു വൈറസാണ് കോസ് ചെയ്യുക. ഇത് ശാസ്ത്രീയമായിട്ട് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 1879 ഫിജി എന്ന് പറഞ്ഞ രാജ്യത്താണ്. ഇന്നിപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് ഈ സാധനം. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ കാരണം ഈ ലാക്ക് ഓഫ് ക്വാറന്റൈൻ ആണ്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, ക്വാറന്റൈൻ്റെ ഇമ്പോർട്ടൻസ്. നമുക്കറിയാം, വളർത്തുമൃഗങ്ങളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്, ക്വാറന്റൈൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു പ്രത്യേക ഡിസീസ് മറ്റൊരു രാജ്യത്തിലേക്ക് അപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ അനിമലിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവിടെയുള്ള ഡിസീസ് ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവില്ല. ആ അനിമല് അവിടെ നിന്ന് ഇവിടെ വരുന്നതനുസരിച്ച് ആ ഡിസീസ് ഇവിടെയും സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസാണ്, ക്വാറന്റൈൻസ് ആണ് ഈ ട്രാൻസ്ഫർ ഓഫ് ഓർഗാനിസം ബിറ്റ്വീൻ സ്പെസിഫിക്കലി കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിൽ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്വാറന്റൈൻ ഇത് നമുക്കും സെൽഫ് ഇമ്പോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അഡിക്ഷൻസ്, ഇപ്പോൾ മൊബൈൽ അഡിക്ഷൻ,
12 മണിക്കൂർ കാണുന്ന ഒരു വ്യക്തി അതൊരു 4 മണിക്കൂറിലേക്ക് കുറയ്ക്കുക. അപ്പോൾ ഒരു ക്വാറന്റൈൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. പിന്നെ ഹൈജീനിക് ക്വാറന്റൈൻ നമ്മൾ തന്നെ വൃത്തിയും വെടുപ്പും മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ ബോഡിയുടെ. അപ്പോൾ എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ ക്വാറന്റൈൻ മീൻസ് റെസ്ട്രിക്ഷൻ ഇമ്പോസ്ഡ് അതാണ് ആ വാക്കിൻ്റെ അർത്ഥം, ക്വാറന്റീന. അപ്പോൾ ആ ഒരു വാക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ക്വാറന്റൈൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഓൾ ബട്ടൺ അമർത്തുക. മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് പിന്നീട് കാണാം. സോ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.